സോ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിയോൺ SSLCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ജ്യാമിതിയും ബീജഗണിതത്തിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ മാസ്റ്റർ സീരീസിൻ്റെ ഭാഗമായി ജ്യാമിതിയും ബീജഗണിതത്തിൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അതായത് ഒരു സാമാന്തരികത്തിൻ്റെ 3 മൂലകൾ തന്നിട്ട് 4ാമത്തെ മൂല കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഫസ്റ്റ് ടോപ്പിക്ക്, ആ ഒരു ടോപ്പിക്കിൽ നിന്നും വരാൻ സാധ്യതയുള്ള കൺസെപ്റ്റ്സ് മൊത്തം നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ഇരുന്ന് കാണുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചിത്രമാണിത്. അപ്പം നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ 3,5 0 0 6,2 എന്നിവ തന്നിട്ടുണ്ട്. നമുക്ക് 4ാമത്തെ മൂല കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ 4ാം മൂല കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ സെയിം ചിത്രം ഞാൻ ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. ഓക്കെ, മാറ്റി വരച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് A0 0 B 6,2 C 3,5 നമുക്ക് D ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇവിടുത്തെ ആധാര ബിന്ദു ഏതാണെന്നാണ്. ഓക്കെ, ആധാര ബിന്ദു നമുക്കറിയാം. ആധാര ബിന്ദു എന്ന് പറഞ്ഞാൽ ആധാര ബിന്ദു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0, 0 എന്ന് അറിയാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് പഠിച്ചു വെക്കുക. കാരണം ഇതാണ് 1 മാർക്കിനും 2 മാർക്കിനും ഈ ഒരു കൺസെപ്റ്റിനും ചോദിക്കാവുന്നതാണ് ആധാര ബിന്ദു. സോ നിങ്ങൾക്കൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇതും ഇപ്പോൾ പറയുന്ന ടോപ്പിക്കായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ പോലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ആധാര ബിന്ദു അതായത് 0, 0 നമുക്കുണ്ട്. അതുപോലെ 6,2 ഉണ്ട്, 3,5 ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് D ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ ഈ ഒരു നീളം, അതായത് AB എന്ന് പറയുന്ന നീളവും CD എന്ന് പറയുന്ന നീളവും ഒന്നാണ്. സോ ഈ എയുടെ എക്സിൽ നിന്നുള്ള ദൂരവും എക്സിൽ നിന്നും ബി എക്സിൽ നിന്നേക്കുള്ള ഒരു ദൂരം എത്രയാണോ അതാണ് സിയിലെ എക്സിൽ നിന്ന് ഡിയിലെ എക്സിലേക്കുള്ള ഒരു ദൂരം. ഓക്കെ, നമുക്കിവിടെ അറിയാം എയിലെ എക്സ് 0 ബിയിലെ എക്സ് 6 ആണെന്ന്. അപ്പം നമുക്ക് ഈ ഒരു 0ൽ നിന്ന് 6 കൂടെ എന്തായാലും 6 കൂടുകയാണ്. സോ +6 ആണ്. ഓക്കെ, അപ്പം അത് തന്നെയാണ് ഇവിടെ +6 ആണ് വരുന്നത്. ഇവിടെ എത്ര കൂടുന്നു അവിടെ അങ്ങനെ തന്നെയാണ് മേളിലും കൂടുന്നത്. സോ ഈ ഒരു 3ൽ നിന്ന് 6 കൂടുമ്പോൾ നമുക്ക് 9 കിട്ടും. അതാണ് ഡിയിലെ എക്സ് അക്ഷത്തിലുള്ള ബിന്ദു. ഓക്കെ, നമുക്കിനി Y അക്ഷത്തിലുള്ള ബിന്ദുവാണ് കണ്ടുപിടിക്കേണ്ടത്. അതും ഇതുപോലെ തന്നെ നമുക്ക് താഴത്തെ Y നോക്കാം. എയിലെ Y 0 ആണ്. നമുക്ക് വേറൊരു കളർ എടുക്കാം. എയിലെ Y 0 ആണ്. അതുപോലെ ബിയിലെ Y 2 ആണ്. നമുക്കറിയാം +2 ആണ് ഇവിടെ കൂടുന്നത്. 2 അക്കമാണ് ഇവിടെ കൂടുന്നത്. അതുപോലെ തന്നെ മേളിലെ Y 5, അതുപോലെ ഡിയിലെ Y 2 എണ്ണം കൂടുന്നു, +2 ആവുന്നു. അപ്പം 5ൽ നിന്ന് 2 കൂടുമ്പോൾ ആൻസർ വരുന്നത് 9,7 ആണ്. ഓക്കെ, 9,7 ആണ്. ഞാൻ ഇവിടെ ഉത്തരം ഇപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. x1 3 + 6 = 9. ഇത് 3 + 6 എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ 0ൽ നിന്ന് 6 കൂടുമ്പോൾ +6. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ ഒരു x1ലേക്കുള്ള ദൂരം +6 ആയിരിക്കും. അത് 3 + 6 = 9 ആണ്. അതുപോലെ തന്നെ ഈ ഒരു 0ൽ നിന്ന് 2 കൂടുന്ന +2 ആണ്. അത് മേളിൽ 5ൽ നിന്ന് ഈ ഒരു y1ലേക്കുള്ള ദൂരം +2 ആണ്. സോ 5 + 2 = 7. ഇങ്ങനെയാണ് ഉത്തരം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഞാൻ ഇവിടെ അക്കം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ആധാര ബിന്ദു ഇല്ല, ആധാര ബിന്ദു ഇല്ല എന്നാണ് നമുക്ക് നോക്കുന്നത്. ഓക്കെ, നമുക്ക് എയിലെ എക്സ് 2 ഉണ്ട്, ബിയിലെ എക്സ് 5 ഉണ്ട്, സിയിലെ എക്സ് 3 ഉണ്ട്, ഡിയിലെ എക്സും വൈയും കണ്ടുപിടിക്കണം. ഓക്കെ, എയിലെ Y 5 ഉണ്ട്, ബിയിലെ Y 6 ഉണ്ട്, സിയിലെ Y 9 ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. എയിലെ എക്സ് 2 ആണ്. 2ൽ നിന്ന് 5ലേക്കുള്ളത് +3 ആണ്. അപ്പം നമുക്ക് മേളിലും +3 ആണ്. സോ 3ൽ നിന്ന് +3 എന്ന് പറയുന്നത് അത് 6 ആണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എക്സ് കിട്ടി 6 ആണെന്ന്. അതുപോലെ തന്നെ നമുക്ക് വൈയും നോക്കാം. 5ൽ നിന്ന് 6ലേക്ക് +1 ആണ്. അതുപോലെ തന്നെ മേളിൽ നിന്ന് 9ൽ നിന്ന് ഡിയിലെ വൈയിലേക്ക് +1 ആയിരിക്കും. സോ ആൻസർ ഈസ് 6, 10 ആണ്. ഓക്കെ, 6, 10 ആണ് നമുക്ക് ഇവിടെ വരുന്ന ആൻസർ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നമുക്ക് ഡിയിലെ ബിന്ദുവാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എക്സ് കണ്ടുപിടിക്കാം. 4ൽ നിന്ന് 7ലേക്കുള്ള ദൂരം +3 ആണ്. 6ൽ നിന്ന് 8ലേക്കുള്ള ദൂരം +2 ആണ്. അതുപോലെ തന്നെ മേളിൽ 5ൽ ഡിയിലെ x1ലേക്കുള്ള ദൂരം +3ഉം 12ൽ നിന്ന് ഡിയിലെ വൈയിലേക്കുള്ള ദൂരം +2 ആണ്. സോ ആൻസർ വരുന്ന 5 + 3 8ഉം 12 + 2 14 ആയിരിക്കും. ഓക്കെ, ബ്രാക്കറ്റ് ഇടാൻ മറക്കല്ല്.
ബ്രാക്കറ്റ് ഇടാൻ മറക്കല്ല്, ഒന്നിലും ബ്രാക്കറ്റ് ഇടാൻ മറക്കല്ല്. ഓക്കെ, ഇപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ കുറച്ച് വ്യത്യസ്തതകളുണ്ട്. ഓക്കെ, നിങ്ങൾക്കിപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ടഫായി വരുന്നതാണ്. സോ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ടഫ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമാണിത്. മൈനസ് വെച്ച്, അതായത് 0,0, നിങ്ങൾക്ക് ഇതുവരെ നമ്മൾ പോസിറ്റീവ് സംഖ്യസ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചിലപ്പോൾ നെഗറ്റീവ് സംഖ്യ ആക്കി ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നിങ്ങൾ നെഗറ്റീവ് സംഖ്യ വെച്ച് ഒന്ന് നോക്കുക. ഇവിടെ നമുക്ക് നേരത്തെ ചെയ്യാം. -2 നിന്ന് ബിയിലേക്ക്, എയിലെ x1 നിന്ന് ബിയിലെ x1 ദൂരം, -2 നിന്ന് 0 ദൂരം നമുക്കറിയാം +2 ആണ്. അതുപോലെ തന്നെ സിയിൽ നിന്ന് ഡിയിലെ x1 ദൂരവും +2 തന്നെ ആയിരിക്കും. അത് നമുക്ക് y നോക്കുകയാണെങ്കിൽ -2 നിന്ന് 0 പോകുമ്പോൾ അതും +2 തന്നെയാണ്. സോ മേളിലും വൈയിലെ നീളം +2 ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ -1 നിന്ന് +2 പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയാണ് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരുന്നത്. സോ -1 നിന്ന് +2 പോകുമ്പോൾ ആൻസർ 1 ആണ്. അതുപോലെ 5 നിന്ന് +2 കയറുമ്പം ആൻസർ 7 ആണ്. ഓക്കെ, നിങ്ങൾ മൈനസ് വരുമ്പോൾ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ മൈനസ് ഇടാക്കപ്പോൾ, അതുകൊണ്ട് ഈ വരുന്ന കണക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതുപോലെ തന്നെ മൈനസ് വെച്ച് വേറൊരു കണക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഡിയിലെ എന്താ പറയുക ബിന്ദുവാണ് കണ്ടുപിടിക്കേണ്ടത്. ആ സംഭവമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഫസ്റ്റ് എക്സ് കണ്ടുപിടിക്കാം. -2 നിന്നും 2 ദൂരം 4 ആണ്. ഓക്കെ, 4 ആണ്, +4 ആണ്. ഓക്കെ, അതുപോലെ സിയിൽ നിന്ന് ഡിയിലെ എക്സിലേക്കുള്ള ദൂരവും +4 ആയിരിക്കും. y നോക്കുകയാണെങ്കിൽ -5 നിന്ന് -3 ദൂരം +2 ആണ്. +2 ആണ്. അതുപോലെ തന്നെ ഈ ഒരു 0 നിന്ന് ഇവിടുത്തെ വൈയിലേക്കുള്ള ദൂരവും +2 ആയിരിക്കും. അങ്ങനെ നോക്കുമ്പം 0 നിന്ന് +4 എന്ന് പറഞ്ഞാൽ അത് 4 ആണ്. 0 നിന്ന് +2 എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് 4,2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം. ഇവിടെ വേറൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇനിയും ടഫ് ആവുകയാണെങ്കിൽ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ഇതൊക്കെ. നമുക്ക് ഇത്രയും നേരം നമുക്ക് ഡി ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്, ഇപ്പം നമുക്ക് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഡി തന്നിട്ടുണ്ട്, സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി നമുക്കറിയാം ഇതൊരു ആധാര ബിന്ദുവാണ്. ഓക്കെ, നിങ്ങൾ ചെന്ന് പഠിച്ചു വെക്കുക. ആധാര ബിന്ദു എന്ന് പറഞ്ഞാൽ 0,0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് നോക്കാം. എക്സ് -4 നിന്ന് -1 പോകാനുള്ള ദൂരം -3 ആണ്. ഓക്കെ, -3 ആണ്, സോറി +3 ആണ്. -7 നമുക്ക് y നോക്കുകയാണെങ്കിൽ y നോക്കുകയാണെങ്കിൽ -7 നിന്ന് -5 +2 ആണ്. അപ്പം ഇവിടെയും അതുപോലെ തന്നെ വൈയിലേക്ക് പോകാനുള്ള ദൂരം +2ഉം എക്സിലേക്ക് പോകാൻ +3 ആണ്. ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മളത് കുറയ്ക്കുകയാണ്. അതായത് സി കാണാൻ വേണ്ടി താഴോട്ട് പോകുമ്പോൾ നമുക്ക് കുറയുകയും മേളിലോട്ട് പോകുമ്പോൾ കൂടുകയാണ് ചെയ്യേണ്ടത്. സോ നമുക്കിവിടെ സി കാണാൻ വേണ്ടി ഈ ഒരു 0 നിന്ന് +3 കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്നത് 0 -3ഉം കോമ അതുപോലെ തന്നെ 0 -2. ഓക്കെ, സോറി, ഓക്കെ, 0 -2 ആണ് വരുന്നത്. അതായത് 0 -3 എന്ന് പറഞ്ഞാൽ -3, അതുപോലെ തന്നെ 0 -2 എന്ന് പറഞ്ഞാൽ -2. സോ ആൻസർ എന്ന് പറയുന്നത് -3 -2 ആയിരിക്കും. ഓക്കെ, ഇവിടെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇതുപോലത്തെ കുറച്ച് ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പഠിച്ചൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിനി നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ്. അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ നമുക്ക് 1,3 ഇതിലുണ്ട്. ഓക്കെ, 1,3 1,3 ഉണ്ട്. അതുപോലെ തന്നെ 2,5 ഉണ്ട്, 2,5, അതുപോലെ 5,4 ഉണ്ട്. ഓക്കെ, നമുക്ക് അപ്പോൾ ഫസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടുത്തെ എക്സ് 1 നിന്ന് 5 ദൂരം +4 ആണ്. അപ്പം ഇവിടുന്ന് 2 നിന്നും ഇവിടുത്തെ എക്സിലേക്കുള്ള ദൂരം +4 ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടുന്ന് വൈയിൽ നിന്ന് ഇവിടുത്തെ വൈയിലേക്കുള്ള ദൂരം +1 ആണ്. അപ്പം ഇവിടുന്ന് 5 നിന്നും ഇവിടുത്തെ വൈയിലേക്കുള്ള ദൂരം +1 ആയിരിക്കും. സോ അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. 2 നിന്ന് +4 എന്ന് പറഞ്ഞാൽ 6 ആണ്. 5 നിന്ന് +1 എന്ന് പറഞ്ഞാലും 6 ആണ്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ 6,6 ആണ്. ഓക്കെ, അടുത്തത് നിങ്ങളുടെ എന്താ പറയുക ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഇവിടെ ഇത് കുറച്ച് ടഫായിട്ട് വരുന്ന ചോദ്യം, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 3-4 മാർക്കിന് പബ്ലിക് പരീക്ഷ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ,
ഇവിടെ നിങ്ങൾക്ക് ആദ്യം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ സാമാന്ത്രികം കാണാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഈ ഒരു രീതിയിലൊരു സാമാന്ത്രികമുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു രീതിയിലൊരു സാമാന്ത്രികമുണ്ട്, ഈ ഒരു രീതിയിലൊരു സാമാന്ത്രികമുണ്ട്. ഇങ്ങനെ സാമാന്തരികം വെച്ചു ഇതിന്റെ ബിന്ദുക്കൾ കണ്ടെത്താം. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പഠിക്കാൻ പോകുന്നൊരു ടോപ്പിക്കുണ്ട്, മധ്യബിന്ദു എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. ആ ഒരു ടോപ്പിക്ക് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്താവുന്നതാണ്. ഓക്കെ, നമുക്കിപ്പോൾ തൽക്കാലം നമ്മൾ പഠിച്ച ഒരു ടോപ്പിക്ക് അനുസരിച്ച് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് 3,3 ഉണ്ട്, ഇവിടെ നമുക്ക് 4,2 ഉണ്ട്, ഇവിടെ നമുക്ക് 5,4 ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ബിന്ദുവാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ബിന്ദുവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3,3, 4,2, 5,4 ഇവിടുത്തെ എക്സ് 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 നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ, നമുക്ക് ഇവിടെ താഴത്തെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഇതുവരെ ചെയ്യാത്തതാണ്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സെയിം സാധനം ഇവ താഴെ വന്നേ ഉള്ളൂ. ഓക്കെ, 5-ൽ നിന്ന് നമുക്കിപ്പം കുറയ്ക്കാം അങ്ങോട്ട്. ഇതിൽ സിമ്പിളാണ്. 5 - 3 എന്ന് പറയുന്നത് -2 അതുപോലെ തന്നെ 4 - 3 എന്ന് പറയുന്നത് -1 അതുപോലെ തന്നെ ഇവിടുന്ന് 4-ൽ നിന്ന് -2 കുറയ്ക്കുക, അതുപോലെ തന്നെ 2-ൽ നിന്ന് -1 കുറയ്ക്കുക. അപ്പം ആൻസർ വരുന്നത് 4-ൽ നിന്ന് -2 കുറച്ച 2, അതുപോലെ 2-ൽ നിന്ന് -1 കുറച്ച 1. സോ ആൻസർ എന്ന് പറയുന്നത് 2,1 ആയിരിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് ഇവിടുത്തെ കണ്ടുപിടിക്കണം. ഇവിടുത്തെ കണ്ടുപിടിക്കാനും ഇത് സെയിം രീതിയാണ്. ഓക്കെ, 4-ൽ നിന്ന് 5-ലേക്കുള്ള ദൂരം +1ഉം അതുപോലെ തന്നെ 2-ൽ നിന്ന് 4-ലേക്കുള്ള ദൂരം +2ആണ്. അപ്പോൾ ഈ ഒരു 3-ൽ നിന്ന് ഇവിടുത്തെ എക്സിലേക്കുള്ള ദൂരം +1 അതായത് 4ആണ്. ഈ ഒരു 3-ൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം +2 അതായത് 5ആണ്. ഓക്കെ, ഇവിടുത്തെ നമുക്കപ്പോൾ കിട്ടി 4,5. 4,5. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇവിടുത്തെ ഒരു ടോപ്പിക്കാണ്, ഇവിടുത്തെ ഒരു ബിന്ദുവാണ്. ഇവിടുത്തെ ബിന്ദു കണ്ടുപിടിക്കാനായിട്ട് ഇവിടുത്തെ ഓക്കെ 3-ൽ നിന്ന് 5-ലേക്കുള്ള ദൂരം +2 ആണ്. അതുപോലെ തന്നെ 3-ൽ നിന്ന് 4-ലേക്കുള്ള ദൂരം +1 ആണ്. ഓക്കെ, അപ്പം ഇവിടുന്ന് ഈ ഒരു ബിന്ദുവിലേക്കുള്ള ദൂരം +2ഉം 4-ൽ നിന്ന് ഇതിലേക്കുള്ള ദൂരം +2ഉം 2-ൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം +1 ആയിരിക്കും. സോ 6,3 ആണ് ഇവിടുത്തെ ഉത്തരം. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ചെറിയൊരു ഹോംവർക്ക് ഒന്നും വേണ്ട. ഓക്കെ, സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യാമിതിയും ബീജഗണിതവും അഥവാ ജിയോമെട്രി ആൽജിബ്ര എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടാണിത്. ഇതുപോലത്തെയുള്ള സെക്കൻഡ് പാർട്ട് നമ്മുടെ മാസ്റ്റർ സീരീസിന്റെ ഭാഗമായിട്ട് ഇപ്പോഴുള്ള ഫസ്റ്റ് ടേമിൽ നിന്നും വരാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇതുപോലെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതിനുശേഷം നമുക്ക് അടുത്ത ടോപ്പിക്ക് മധ്യബിന്ദു എന്ന് പറയുന്ന ടോപ്പിക്കുണ്ട്. അതിനുശേഷം ഇതുപോലെ ജ്യാമിതിയും ബീജഗണിതത്തിന്റെ മുഴുവൻ ടോപ്പിക്ക് നമ്മൾ എടുക്കുന്നതാണ്. അതിനുശേഷം PYQ ഡിസ്കഷൻ കാണും. ഇതിൽ നിന്നും വന്നിട്ടുള്ള പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ അതൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.